അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാം. നമുക്ക് അവരെന്തായാലും അന്വേഷിക്കാൻ വന്നതല്ലേ, നമുക്കതിന് സഹകരിക്കാം. പിന്നെ എനിക്ക് ഈ ഫേസ്ബുക്ക് കമന്റ്സിന് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ പറയേണ്ട ക്ലാസ്സിൽ എല്ലാ പ്രകൃതക്കാർക്കും ഇത് പറ്റില്ല. ഇല്ലല്ല, ഞാൻ ചോദിച്ചു എന്നേ. ഓക്കെ, ഞാൻ ഇല്ലല്ല, ഞാൻ എന്റെ സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്, മാഡത്തിനോട് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ പൊതുവായിട്ടുള്ള സമൂഹത്തിന്റെ ചോദ്യങ്ങളായതുകൊണ്ടാണ് അതുകൊണ്ടാണ് മാഡം എന്നെ കേൾക്കാൻ നിൽക്കുന്നത്. അതല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഓക്കെ. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ഇത് ഒറ്റ ചോദ്യം കൂടി ഉള്ളൂ. ഞാനിത് കഴിഞ്ഞാൽ ഞാൻ പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു ശരി. ലാസ്റ്റ് ചോദ്യം. ഇപ്പൊ പിന്നെ എന്താ പറയുക, ഓഡിയൻസ് ഇതായ ഒറ്റ ചോദ്യമുള്ളൂ, ഒന്നും വിചാരിക്കരുത് പ്ലീസ്. ഇനിയില്ല എന്റെ ഒരു ചോദ്യം 2 മിനിറ്റ് കൂടി ആ ഒരു പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. അമാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിദ്ധികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മന്ത്രവാദം പോലത്തെ സംഭവം, അതാണ് പച്ചക്ക് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും തോന്നരുത്. ഇതിപ്പോ ഇതിലിരിക്കുന്ന പല ആളുകളും സംശയം ഉണ്ടാവാം, ചോദിക്കാൻ പേടിച്ചിട്ടായിരിക്കും ചോദിക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ആണോ അതുകൂടി ഈ ഒരു ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചങ്ങന്മാരെ, ഞാനെന്നുള്ളത് പെരുമ്പാവൂരാട്ടോ, ശ്രീസ്വാമി വൈദ്യ ഗുരുകുലം എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലുള്ളത്. ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ കയറാൻ വേണ്ടി പോകണം. ഇതിൻ്റെ ഉള്ളിൽ ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ, അഥവാ ഞാനൊരു ഫേക്കായിട്ടാണ് കയറുന്നത്. ഞാനൊരു രോഗിയാണ് എന്ന് വിചാരിച്ച് ഇവിടെ ഫയലൊക്കെ വെച്ചിട്ട് സാധാരണ ഒരു രോഗി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കയറാൻ പോണത്. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ നേരത്തെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ചോദ്യോത്തര കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 2 മിനിറ്റ് കൊണ്ടാണ് ഇവർ അസുഖം മാറ്റിക്കൊടുക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്, രോഗികൾ പിന്നെ ഇറങ്ങിപ്പോകുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ചികിത്സിക്കുന്ന രീതികളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ ക്ലാസ്സിൽ കയറും, അതേപോലെ തന്നെ ഫയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കയറുക. നോക്കി ഇത്രയും വാഹനങ്ങൾ ഇവിടെ വന്നാട്ടോ, അപ്പോൾ ഇത്രയും പേഷ്യൻസ് ഇവിടെ ഉണ്ട് എന്നാണ് ഒരു ദിവസത്തെ അപ്പോയിൻമെൻറ്റിന് വന്ന ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ കയറാം. എന്നിട്ട് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, തട്ടിപ്പാണോ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാണെന്നോ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വന്നതാണ് ഈ പെരുമ്പാവൂർ പറഞ്ഞ സ്ഥലത്ത്, ഈ ഗുരുകുലം എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ. എന്തായാലും ഇവിടുത്തെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോ അവസാനം വരെ കാണുക. ഇവിടുത്തെ A to Z കാര്യങ്ങൾ, അത് നെഗറ്റീവ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഒക്കെ ഞാൻ കാണിച്ചു തരും. ഇനിയിപ്പോൾ മേ ബി ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതൊക്കെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നേരെ ഇവിടുത്തെ അവസ്ഥകളൊന്ന് കാണാം. വാ. അപ്പോൾ ഞാനിവിടെ ഒരു പേഷ്യൻ്റായിട്ടാണ് കയറാൻ ഇവിടെ നമ്മളെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോമാണ് ഇവിടെ നിന്ന് ആദ്യം കിട്ടുക. ഓരോ സംഭവങ്ങൾ കിട്ടുക, വ്യത്യസ്തമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഇത്രയും രോഗങ്ങളൊക്കെ ഉണ്ടോ, അഥവാ ഇവിടുത്തെ ചികിത്സാ രീതിയിൽ നിന്നൊരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. പേഷ്യൻ്റായിട്ട് വന്നതല്ല, ഇവിടെ ഒരു ഞാനൊരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു, ഞാനിങ്ങനെ ചെറിയൊരു സംഭവം എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞിരുന്നു. ജസ്റ്റ് ഞാനൊരു ബ്ലോഗറാണ്, അപ്പോൾ എന്നാൽ പൂർണ്ണമായിട്ട് ഞാനിവിടെ ഫയലെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു യെസ് ഓക്കെ. അപ്പോൾ എനിക്ക് സംഭവിക്കുന്നത്, നിങ്ങളെ ഈ ഒരു സെറ്റപ്പ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലാണ്, മില്യൺസ് വ്യൂവേഴ്ഷിപ്പ് ഉള്ള ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ വന്നത് ഈ ഒരു മില്യൺ കണക്കിന് ആളുകളാണ് കാണുന്നത്. 2 മില്യൺ 3 മില്യൺ 4 മില്യൺ 6-7 മില്യൺ വരെയുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ അതിൽ പറയുന്നത് 2 മിനിറ്റ് കൊണ്ട് രോഗം ഭേദമാവും, അഥവാ വാക്കറിൽ വന്ന ആളുകൾ, അതുപോലെ തന്നെ ആംബുലൻസിൽ വന്ന ആളുകളൊക്കെ വളരെ സില്ലിയായിട്ട് 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് അവർ എഴുന്നേറ്റ് പോകുന്ന വീഡിയോസ് കാണുന്നുണ്ട്. ഈവൻ ഈ ഒരു സ്റ്റെപ്പ് വരെ ആ വീഡിയോസിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ. പക്ഷേ എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ള ചോദ്യം, ഇത്രയും എന്താ പറയുക, ബുദ്ധിമുട്ടായിട്ട് വന്ന ആളുകൾ, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എഴുന്നേറ്റ് പോകുന്നു, അല്ലെങ്കിൽ ആംബുലൻസിൽ വന്ന്, അല്ലെങ്കിൽ വാക്കറിൽ വന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ചേട്ടനെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പുള്ളി ഒരു വാക്കറിലാണ് വന്നത്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. ഇനി ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഈ ഒരു ചികിത്സാ രീതി കൊണ്ട് മേ ബി ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ അദ്ദേഹം നടന്നു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത് സാധ്യമാണോ, അഥവാ ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ടൊരു അത്രയും എന്താ പറയുക ബുദ്ധിമുട്ടായ ഒരു പേഷ്യൻറ്റിനെ നടത്തിപ്പിക്കുക എന്ന് പറഞ്ഞത് പോസിബിളാണോ? അതാണ് എൻ്റെ ഫസ്റ്റ് ചോദ്യം. 2, ഇതുപോലത്തെ ഒരു സെറ്റപ്പ് മാഡം ക്ലാസ് തുടങ്ങുന്ന സമയത്തേ പറഞ്ഞു, ഇതുപോലെ ഏതെങ്കിലും ചികിത്സാ മേഖലയിൽ ചെന്ന് ഇതുപോലത്തെ ഒരു ബോധവൽക്കരണം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു ഇത്ത പറഞ്ഞു ഹോമിയോപതിയിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതും 10-20 മിനിറ്റ് അല്ല, ദീർഘമായ 2 മണിക്കൂർ, അഥവാ ഒരു സിനിമയുടെ ഒരു ഡ്യൂറേഷനാണ് ഈ ഒരു ക്ലാസ്സിന് വരുന്നത്. അതിൻ്റെ ഒരു ആവശ്യകത എന്തിനാണ് ഇവർ ഈ ഒരു, അതാണ് ചോദ്യം. 2 ചോദ്യമായി. ഞാൻ ചോദ്യം ഒറ്റ മറുപടി. ഓക്കെ. ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അനുമതി ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡത്തിൻ്റെ ആ ഒരു റിപ്ലൈ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പച്ചക്ക് പറയാലോ,
ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊരു പാലക്കാട് ജില്ല മണ്ണാർക്കാട് സ്വദേശിയാണ്. ഒരു മലബാർ ടച്ച്. എൻ്റെ പേര് സജാദ്. സോറി, ഞാൻ ആദ്യം അതായിരുന്നു പറയേണ്ടത്, സോറി. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ആ ഒരു ഇതിലാണ് പറയുന്നത്, ഇത് തട്ടിപ്പാണ് എന്നാണ് ഈവൻ ഈ ഒരു നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്നത് തട്ടിപ്പാണെന്നാണ്. എനിക്കത് വിശ്വസിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ചികിത്സകൾ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഒരു സെമി നുഴഞ്ഞുകയറ്റക്കാരനായിട്ടാണ് വന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ 100% ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നമ്പർ കൊടുത്ത് ഞാൻ പ്രൊമോട്ട് ചെയ്യും. എനിക്ക് ബോധ്യപ്പെടണം ഈ 2 മിനിറ്റ് കൊണ്ട് രോഗികൾ ഇവിടുന്ന് ചികിത്സിച്ച് ഭേദപ്പെട്ട് പോകുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാനത് ചെയ്യും, നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. അത് മാത്രമല്ല, പിന്നെ എൻ്റെ വേറെ സംശയം, ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ചികിത്സിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അത് ഡോക്ടറാവാം, വൈദ്യരാവാം, ആ ഒരു തലത്തിൽ വരുന്ന അദ്ദേഹത്തിന് ഇവിടെ കാണിക്കുമല്ലേ എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു ചോദ്യം. ഇപ്പോഴല്ല, ഈ ഒരു ചികിത്സ ഒരു ദിവസത്തെ ഒരു വലിയൊരു പ്രോസസ്സാണല്ലോ ചികിത്സ, അതിൽ അദ്ദേഹത്തെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനത്തെ 1-2 ചോദ്യങ്ങൾ. ഇതിന് മറുപടി തന്നാൽ നെക്സ്റ്റ് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കച്ചവടമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരെ മെനക്കെടുത്താൻ ഞങ്ങൾ തയ്യാറാവുന്നത്. ഇവരുടേതാണ് ശരീരം. ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ ഇവർ ചികിത്സിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇവർക്ക് എന്തു പറ്റും? മരുന്ന് കൊടുത്താൽ സുഖപ്പെടുമെന്ന് വിചാരിക്കും. ഇവരുടെ തെറ്റായിട്ടുള്ള ജീവിതചര്യ കൊണ്ടോ തെറ്റായിട്ടുള്ള ശീലങ്ങൾ കൊണ്ടോ ആയിരിക്കും ഒരു 90% ആൾക്കാരും എവിടേക്ക് എത്തുന്നുണ്ടാവുക. അപ്പോൾ അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യമാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളെ പോലും എന്തോ മാരകമായിട്ടുള്ള പ്രശ്നമാണ്, പേരുകളൊക്കെ കേൾക്കുമ്പോൾ, അതായത് മെഡിക്കൽ ടേംസ് കേൾക്കുമ്പോൾ ഈ പാവങ്ങൾ വിചാരിക്കുന്നത് ഇവർക്ക് എന്തോ മാരകമോ ഭീകരമോ ആയിട്ടുള്ള പ്രശ്നമാണ്. ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിൽ വളരെ നിസാരമായി ചികിത്സിക്കാൻ പറ്റുന്ന പലതും നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാരണം ഇവരെ ഇങ്ങനെയൊരു സെഷൻ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇത് വരാതിരിക്കണമെങ്കിൽ ഞാൻ ആ കാര്യങ്ങളെ ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇവരെന്തിനാണ് ചികിത്സിക്കുന്നത്? സമഗ്രമായിട്ട് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സുസ്ഥിരത വരണമെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാവണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്ലാസ്. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചികിത്സിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുമോ? ചികിത്സിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാൻ പറ്റും. ഇവിടെ ചികിത്സിക്കുന്നത് ഏകദേശം 10-12ഓളം പേരാണ് ഇരുന്ന് ചികിത്സിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരാണുള്ളത്. അവര് മർമ്മ ചികിത്സകരാണ്. ആ മർമ്മ ചികിത്സ ചെയ്യേണ്ടുന്ന ആൾക്കാരെ ഇവർക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റാതെ ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല അവര്. സാധാരണ മനുഷ്യന്മാരാണ്. അവർക്ക് അറിയുന്നത് മർമ്മ ചികിത്സയാണ്. അല്ലാണ്ട് ഇവിടെ ഒരു സ്വാമി ഇരിപ്പുണ്ട്, ആ സ്വാമി ഉള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പ്, അങ്ങനെയൊന്നും അല്ല. സാധാരണ മനുഷ്യന്മാർ. പക്ഷേ ഒരുപാട് കാലത്തെ ഈ വിഷയത്തിലുള്ള അവരുടെ പ്രവർത്തന പരിചയവും അവരുടെ ഗവേഷണങ്ങളും എല്ലാമാണ്. ഏകദേശം 8ഓളം ഡോക്ടർമാരുണ്ട് ഇവിടെ. BAMS കഴിഞ്ഞിട്ടുള്ള ഡോക്ടർമാരുണ്ട്. മർമ്മ ചികിത്സയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട്. അത് ഗുരുക്കന്മാരുടെ കൂടെ ഇരുന്നും കൃത്യമായിട്ട് അവരുടെ ശിഷ്യത്വത്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരും ഒക്കെയാണ് ചികിത്സിക്കുന്നത്. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റും. ചികിത്സിക്കുന്ന ആളുകളാണ്. പിന്നെ ഉറപ്പായിട്ടും കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ 2 മിനിറ്റിന്റെ ചികിത്സ ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ വീഡിയോസിൽ കാണുന്നത് ആ സ്റ്റെപ്പ് കയറി പോകുന്ന ആളുകളാണ്. അപ്പൊ ഈ മുട്ട് പെയിനിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോധ്യമാവും. ഇത് പറഞ്ഞു തരാൻ പറ്റിയ ഒരു കാര്യമല്ല. നിങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ വന്നാണ് ഞാൻ, പാലക്കാടാണ് ഞാൻ. സാധാരണ മർമ്മ ചികിത്സകളൊക്കെ രഹസ്യമായിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അകത്തിരുന്ന് വീഡിയോ എടുക്കാം. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പിന്നെ മാർക്കറ്റിംഗ് ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ പോലെ നുഴഞ്ഞു കയറിയ ആളുകളാവാം, അവരുടെ വീഡിയോ കണ്ടാണ് ഞാൻ വന്നത്. അവര് പിന്നെ മിക്കവാറും ആൾക്കാരൊക്കെ അങ്ങനെ വന്നവരല്ലേ? വീഡിയോ കണ്ടോ അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ ആ സ്റ്റെപ്പ് കയറുന്നത് കാണാം. പക്ഷെ ഇവിടെ ചികിത്സിക്കുന്നത് പെട്ടെന്ന് കാണില്ല. ഭയങ്കര എന്താ പറയുക, ബുദ്ധിമുട്ടായിട്ട് ഈസി ആയിട്ടും അത്രയും നിസ്സാരമായിട്ടും അത് നിങ്ങൾ പിന്നെ പബ്ലിക് ആയിട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റാഫുകൾ അല്ലാതെ ഇരുന്നാൽ മതി. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് കാണാം. അതല്ല, നിങ്ങളെ സ്റ്റാഫുകൾ ഇവിടെ ഓൾറെഡി ഉണ്ടാവും. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അല്ല, ഇത് ഒരു 14 വയസ്സുകാരിയാ. 14 വയസ്സുകാരി
ഇപ്പൊ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൾ 13 വയസ്സിൽ തുടങ്ങിയത് 13 വയസ്സിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയത്. അവൾ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഗുരുക്കന്മാർ പറയുന്നത് കേട്ട് അതിനെക്കുറിച്ച് നോട്ട് എഴുതി അവൾക്ക് വൈകുന്നേരം ആകുമ്പം അവൾ അതിനുള്ള സംശയങ്ങൾ ചോദിക്കും. രോഗികൾ പറയുന്നത് എഴുതിയെടുക്കും. അവൾക്ക് ഭാവിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവൾക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അവൾ പോയി BAMS ചെയ്യണം, MBBS ചെയ്യണം. അതിനുശേഷം ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തി ആ സമയത്തും ഇപ്പൊ 14 വയസ്സായിട്ടേ ഉള്ളൂ. ആ വളർച്ച എത്തി അവൾ അതിന് പ്രാപ്തമാണ്. ഇതുപോലെ നമ്മള് കുട്ടികൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പം അടുത്ത ഒരു 2-3 തലമുറയെ കൂടെ നമ്മളിത് ശാസ്ത്രീയമായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മറ്റേത് ഡോക്ടർമാരും ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ അവരെന്തായാലും ഈ മർമ്മ ചികിത്സയിലാണ് ഈ 2 മിനിറ്റിന്റെ തോന്നുന്നു അല്ലേ? അതെ അതെ. അപ്പൊ അവര് കൂടാതെ പേഷ്യൻസിന്റെ ആളുകൾക്കും ഇത് കാണാമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഷൂട്ട് ചെയ്യാം അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇനി പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഞാൻ ഈ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതിന്റെ ഒരു തെറ്റിദ്ധാരണ. ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ ഞാൻ ചോദിച്ച 2 ചോദ്യത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ എനിക്ക് കിട്ടി. ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. 2 മിനിറ്റ് അതിൽ ചികിത്സിച്ച് മാറും എന്ന് ഭേദമാവും എന്ന് പറഞ്ഞല്ലോ, അത് കാണാത്തോടത്തോളം കാലം ഞാൻ ഇപ്പോഴും വിശ്വസിക്കാതെ നിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ, അല്ലെങ്കിൽ നമ്മൾ ഈ നിങ്ങളുടെ വീഡിയോയിൽ വരുന്ന കമന്റ് ബോക്സിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കമന്റിൽ ഞാൻ പറയും പോലെ പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടാണ് ഇവിടെ വന്നത് പൂർണ്ണമായിട്ടും. കാരണം ഞാൻ പറഞ്ഞു, ഞാനൊരു സോഷ്യൽ മീഡിയ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ചില കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഒരു കാര്യത്തിൽ ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഞങ്ങളെ വ്ളോഗേഴ്സിന് ഒരു മോഡേൺ പേരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ്. ഒരു സംഭവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ നമ്മളെ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ട് ഇങ്ങോട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ടാവും. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കണ്ടു വന്നവരാണ് ഇവരൊക്കെ. നിങ്ങൾ ആരെയും ഇൻവൈറ്റ് അല്ലേ? ചോദിച്ചു. ഇനി ഇതൊരു പിന്നെ ഇതിൻ്റെ ഒരു പേര് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു വിശ്വാസപ്രകാരമുള്ള പേരാണ്. ഞാൻ ചോദിക്കുന്നൊന്നും ചോദിക്കരുത്, അല്ല സോറി ഒന്നും വിചാരിക്കരുത്. ഇതൊരു മതത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ കീഴിലോ പ്രവർത്തിക്കുന്നതാണോ എന്നാണ് ഒരു ചോദ്യം. ഇനി നെക്സ്റ്റ് ചോദ്യം കുറച്ചും കൂടി പിന്നെ കട്ടി കൂടിയതാണ്. ഇതിന് മറുപടി കഴിഞ്ഞ ദിവസം പറയാം. ഇത് ഭാരതത്തിന്റെ ചികിത്സാ സമ്പ്രദായത്തിൽ പെട്ട ഒന്നാണ്. ഇതിന് ജാതിയോ മതമോ വർണ്ണമോ ലിംഗമോ ഇല്ല. പിന്നെ ഇപ്പൊ ഈ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എല്ലാ മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഇരിപ്പുണ്ട്. ചികിത്സിക്കുന്ന കൂട്ടത്തിലും വിവിധ മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവരൊക്കെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ പിന്നെ പേര് ഗുരുക്കന്മാരുടെ വഴി സ്വീകരിച്ചതുകൊണ്ട് ആ പേര് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മതത്തിൻ്റെയോ ഒരു സംഘടനയുടെയോ അടിസ്ഥാനത്തിലല്ല ഇത് ചെയ്യുന്നത്. ഒരു ഗുരുപരമ്പരയിൽ നിന്ന് വന്നതാണ് എന്നുള്ളത് മാത്രമാണ്. ഞാനിത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്നെ കാണുന്ന ഒരുപാട് ആളുകളുണ്ടാവും, വീഡിയോ കാണുന്നത്. അവർ വിചാരിക്കും ഇവനൊരു വർഗീയതവാദിയാണ് എന്ന് വിചാരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇല്ലല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇല്ലല്ല, ഞാൻ എൻ്റെ സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്, മാഡത്തിനോട് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, പിന്നെ നമുക്ക് കമന്റ് ബോക്സിൽ വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ പൊതുവായിട്ടുള്ള സമൂഹത്തിന്റെ ചോദ്യങ്ങളായതുകൊണ്ട് അതുകൊണ്ടാണ് മാഡം എന്നെ കേൾക്കാൻ നിൽക്കുന്നത്. ഇത്രയും ആളുകളെ അതല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഓക്കെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ശരി, അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാം. നമുക്ക് അവരെന്തായാലും അന്വേഷിക്കാൻ വന്നതല്ലേ, നമുക്കതിന് സഹകരിക്കാം. ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ, ഞാനിത് കഴിഞ്ഞാൽ ഞാൻ പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു ശരി ഓക്കെ സമ്മതിച്ചു. പിന്നെ ഇനി ഒരുപാട് ദൂരെ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ പിന്നെ ഒരു സംഭവം, ചോദ്യങ്ങളൊന്നും ഒറ്റ ചോദ്യം, ലാസ്റ്റ് ചോദ്യം. ഇപ്പൊ പിന്നെ എന്താ പറയുക, ഓഡിയൻസ് ഇതായ വർത്താനം പറയല്ല, അവർ പറയുന്നത് ഒറ്റ ചോദ്യം ഉള്ളൂ, ഒന്നും വിചാരിക്കരുത് പ്ലീസ്. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമല്ലോ കേട്ടോ. ഇനിയില്ല എൻ്റെ ഒരു പിന്നെ ചോദ്യം, 2 മിനിറ്റ് കൂടി ആ ഒരു പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. ഇത്രയും പിന്നെ ബുദ്ധിമുട്ടായി വരുന്ന ആളുകൾ 2 മിനിറ്റ് കൊണ്ട് മാറണമെങ്കിൽ ചികിത്സാരീതിക്ക് അപ്പുറത്തേക്ക്, ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയാ, പുറത്തു നിന്നുള്ള ഒരു സൂപ്പർ സോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു മലയാളം വേർഡ് എനിക്ക് വരുന്നില്ല, അമാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിദ്ധികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മന്ത്രവാദം പോലത്തെ സംഭവം, അതാണ് പച്ചക്ക് ചോദിക്കണം. അതുകൊണ്ട് ഒന്നും തോന്നരുത്. ഇതിപ്പോ ഇതിലിരിക്കുന്ന പല ആളുകളും സംശയം ഉണ്ടാവാം, ചോദിക്കാൻ പേടിച്ചിട്ടായിരിക്കും ചോദിക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ആണോ? അതുകൂടി ഈ ഒരു ആദ്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഒരു ചികിത്സയിലും ഒരു അത്ഭുതവും നടക്കില്ല എന്നുള്ളതാണ്. ചികിത്സയിൽ ഒരു അത്ഭുതവുമില്ല.
കൃത്യമായ ശരീരശാസ്ത്രത്തിൻ്റെയും മർമ്മശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയായ ശ്രദ്ധയുടെയും ഗുരുത്വത്തിൻ്റെയും ബലത്തിലാണ് മുഴുവൻ ചികിത്സയും നടക്കുന്നത്. കെട്ടിപ്പിടിച്ചോ, ഉമ്മ വെച്ചോ, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചോ, പ്രാർത്ഥിച്ചോ, ഉടുക്ക് കൊട്ടിയോ, ഉറുക്ക് കെട്ടിയോ, മന്ത്രിച്ചൂതിയോ ഒന്നും ചികിത്സിക്കാൻ പറ്റില്ല. അങ്ങനെ ചികിത്സിക്കാനാണെങ്കിൽ വരുന്ന എല്ലാവരും സുഖപ്പെടണം. എല്ലാവരും ഒന്നും സുഖപ്പെടാറില്ല. അനുസരണയുള്ള ആൾക്കാര് വാക്കും കൊടുക്കുന്നില്ല. എന്തോ എല്ലാവരും ഞങ്ങൾ മാന്ത്രിക ശക്തിയുള്ള ആൾക്കാരൊന്നുമല്ല, സാധാരണ മനുഷ്യന്മാർ. അത് ചികിത്സിക്കാൻ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റാത്ത ആൾക്കാരെ ഞങ്ങൾ പറഞ്ഞയക്കുന്നു പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി നമ്മൾ സെലക്റ്റീവാണ്. ഒന്ന്, ഞങ്ങൾക്ക് ചികിത്സിച്ചാൽ സുഖപ്പെടുന്ന ആൾക്കാരായിരിക്കണം. പിന്നെ ഇത് സെലക്ട് ചെയ്ത ആൾക്കാർ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കണം. പറയണ മനസ്സിലാവുന്നോ? അതല്ലാതെ ഒരു സ്വാമിയുണ്ട്, സ്വാമി അങ്ങ് തൊട്ടു, അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയുണ്ട്, മൂപ്പരങ്ങ് മന്ത്രം ചൊല്ലി, അതല്ലെങ്കിൽ ഒരു മൊല്ലാക്കയുണ്ട്, മൂപ്പര് മന്ത്രിച്ചൂതി, അല്ലെ ഒരു പാസ്റ്റർ ഉണ്ട്, തലയെ വെച്ച് കൈ വെച്ച്, നടക്കില്ല. ഈ ചികിത്സ എന്നല്ല, ലോകത്തെ ഒരു ചികിത്സയും അത്ഭുത ശക്തി കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റില്ലെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഒരു 2 മിനിറ്റിന്റെ ഒരു മർമ്മ ചികിത്സ എനിക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും കാണാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യങ്ങളൊന്നും കൂടി മനസ്സിലാക്കിയതിന് ശേഷം, ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല, കണ്ടതിന് ശേഷം വിശ്വസിക്കുള്ളൂ. നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ ഇങ്ങനെ വ്ലോഗ് എടുക്കാൻ വന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും ഞങ്ങളുടെ പ്രൊമോട്ടേഴ്സ് ആയിട്ട്. ഞാൻ വ്ലോഗ് എന്നതിലുപരി ഇതിനെ പറ്റി ഒരുപാട് തെറ്റായ ധാരണയുണ്ട്. അതാണ് അതേ പറഞ്ഞത്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു ധാരണ ശരിയെന്ന് വെച്ചാൽ ഓക്കെ വന്നാൽ ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ. നമുക്ക് ഇത്രയും പേഷ്യൻറ്റുകൾ ഇവിടെ വന്നിട്ട്, ഇതിൽ ആദ്യം വന്നിട്ട് രണ്ടാമത്തെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതിൽ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ പല ആളുകളുണ്ട്. എന്തായാലും നമുക്ക് ആ കളരി മർമ്മ ചികിത്സ കൂടെ കാണണം. ഓക്കെ, ഇവിടെ വന്ന ആളുകളുടെ ഒരു അഭിപ്രായം നമുക്കൊന്ന് എടുക്കാം. ചേച്ചിയുടെ പേരെന്തായിരുന്നു? അനിത. എവിടെ നിന്നാണ്? ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഇവിടെ ഇപ്പോൾ എത്രാമത്തെ തവണയാണ് വരുന്നത്? അഞ്ചാമത്തെ തവണ. എന്തായിരുന്നു അസുഖം? എന്തായിരുന്നു? കൈക്ക് വേദന. ഇപ്പോൾ എങ്ങനെയുണ്ട്? നന്നായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? തുടക്കം നല്ല സ്ട്രോങ് വേദനയായിരുന്നു, നീരായിരുന്നു, ഓപ്പറേഷൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അഞ്ചാമത്തെ തവണ വന്നു. ഇത് ലാസ്റ്റ് ആണോ അതോ? ലാസ്റ്റ് വരവാണ്. ഇതോടുകൂടി പൂർണ്ണമായിട്ട് ഭേദമാകുകയാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ചികിത്സയിൽ ഹാപ്പിയാണ്. ചേച്ചി എവിടുന്ന വരുന്നേ? ചക്കാമ്പുഴ ഏതാ ജില്ല? പാല, കോട്ടയം ജില്ലയാണ് അല്ലേ? എന്താണ് ഗുരുകുലത്തിൽ വന്നിട്ടുള്ള ഒരു റിസൾട്ട്? എന്താണ് ഗുരുകുലത്തിൽ ആദ്യം വന്നപ്പോൾ തന്നെ അത് ഒട്ടും നടക്കത്തില്ലായിരുന്നു. തീരെ നടക്കത്തില്ല. ഒരു വള്ളിയെ തട്ടി അന്നേരം വീഴുമായിരുന്നു. ഒരു 8-10 പ്രാവശ്യം വീണിട്ടുണ്ട്, കുഴിക്കത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ക്ലാസ് കേട്ടു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എത്രാമത്തെ തവണ ഇവിടെ വരുന്നത്? രണ്ടാമത്തെ തവണ കഷായം നിർത്തി, കുഴമ്പുണ്ട്, നല്ലപോലെ പറഞ്ഞു. മരുന്നുകൾ കുറഞ്ഞു വന്നു, കഷായം നിർത്തി, കുഴമ്പ് മാത്രമേ, 2 കുഴമ്പ്. 2 കുഴമ്പ്. 2 കുഴമ്പ് അല്ലേ? നമ്മൾ സത്യം കണക്കിന് പറയുന്ന പോലെ ഇവര് പറയുന്ന പോലെ ചെയ്യണം. നടക്കാനല്ലേ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ട് അല്ല, ആദ്യം നടക്കത്തില്ലായിരുന്നു. ഒന്ന് നടന്നേ കാണിച്ചു നോക്കട്ടെ. അല്ലേ? ഓക്കെ. തീരെ നടക്കാത്ത, പിടിച്ചോണ്ട് നടക്കുന്ന ആളായിരുന്നു അല്ലേ? പിടിച്ചോണ്ട് നടക്കുന്ന, വടിയും കുത്തി പിടിച്ചു നടക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ വളരെ ഡീസന്റ് ആയിട്ടല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. എന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ചികിത്സാ കേന്ദ്രത്തിലെ ഡോക്ടർമാരിൽ ഒരാൾ അല്ലേ? പ്രധാനി എന്ന് പറയാൻ പറ്റുമോ? പ്രധാനപ്പെട്ട ഡോക്ടറാണ്. പേര്? അഭിലാഷ് എന്നാണ്. ഞാൻ സാറോട് ചോദിക്കുന്നത്, ഇവിടെ ഞാൻ വന്നത്തോളം ഞാൻ ഇവിടുത്തെ ഒരു ചികിത്സാ രീതിയെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഇങ്ങനെ മാറി വരുന്നു. ഇനി ആ ഒരു കളരിമർമ്മ ചികിത്സ കൂടി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏറെക്കുറെ വിശ്വാസമാവും. ഇവിടെ 3 വിധത്തിലാണ് ചികിത്സാ രീതികൾ അല്ലേ? ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് സുധീരം എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിലാണ്. പിന്നെ 3 വിധത്തിലുള്ള, അതായത് നമ്മളെ വന്നു പോകുന്ന രോഗികളെ ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ് സുധീരം. അവിടെ ഇപ്പോൾ ഈ പ്രായമായ ആൾക്കാരുണ്ട്, ഒരു 60-70 വയസ്സൊക്കെ കഴിഞ്ഞ് ഒന്ന് മരുന്നൊക്കെ കഴിച്ച് നീരൊക്കെ മാറിയതിന് ശേഷം മർമ്മ ചികിത്സ ചെയ്യേണ്ട ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരു സ്ഥലം. അതിനുള്ള സ്ഥലമാണ് ഈ സുധീരം എന്ന് പറയുന്ന സ്ഥലം. പിന്നെ ഉള്ളത് സൃഷ്ടി എന്ന് പറഞ്ഞിട്ട് സംഭവം. എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ അഡ്മിറ്റ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച 1 മാസമൊക്കെ ഒന്ന് ചികിത്സിക്കുന്ന, അത് എല്ലാവർക്കും ഉണ്ടാവാറില്ല. ഒരു 100 വന്ന ഒരു 4-5 പേർക്കൊക്കെ അങ്ങനെ വരാറില്ല. പിന്നുള്ളത് നമ്മുടെ മർമ്മ ചികിത്സ കളരി ഗുരുകുലം എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് കണ്ട, അത് നമ്മൾ ആദ്യം കണ്ടത് അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. പിന്നെ ഇവിടെ ഈ ഒരു പൂർണ്ണമായിട്ടും ആയുർവേദത്തിന്റെ അണ്ടറിലുള്ള ചികിത്സകളാണ് നടക്കുന്നത്?
അതെ അതെ, അത് ആയുർവേദത്തിൻ്റെ കളരിമർമ്മ ചികിത്സയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ തുടക്കം അങ്ങനെയായിരുന്നു. 2016 തുടങ്ങിയപ്പോൾ പ്രധാനമായിട്ടും മർമ്മ ചികിത്സയിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ടൊക്കെ അതാണ് ഞാൻ എൻ്റെ സംശയം അതാണ്. അതായിരുന്നു അതാണ് നമ്മളുടെ പ്രത്യേകത അന്നും ഇന്നും. അപ്പോൾ അങ്ങനെ ചികിത്സിച്ച് വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നീരും മറ്റു രോഗാവസ്ഥകളൊക്കെ ആൾക്കാർക്ക് വരാനുള്ള മറ്റു പല കാരണങ്ങളുണ്ട്. ഡയബറ്റീസ്, BP. ഇപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പല രോഗങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും അതുകൊണ്ട് തന്നെ ചികിത്സ ചെയ്യുന്നുണ്ട്. ഡയബറ്റീസിനും ഒക്കെ ഇപ്പോൾ പ്രമേഹം അങ്ങനത്തെ ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും ഭക്ഷണ രീതിയൊക്കെ ഞങ്ങൾ ഇവിടെ പറയുന്നതനുസരിച്ച് ആൾക്കാർ ഫോളോ ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ചില ആൾക്കാർക്ക് മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ പഥ്യം മസ്റ്റാണ്. പഥ്യം മസ്റ്റാണ് ആണല്ലേ. അത് കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചു പോയ ആളുകൾക്ക് നമ്മുടെ ചികിത്സയുടെ ഫലം വരുന്നുള്ളൂ, പൂർണ്ണമായിട്ടും കിട്ടും. അത് നിങ്ങൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതെ അതെ അതെ. അതിൽ പഥ്യത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചികിത്സയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാൻ പറയട്ടെ, 100% ആളുകളും അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന മുഴുവൻ ആളുകളെയും സുഖപ്പെടുത്തി കൊടുക്കും എന്നുള്ളൊരു അവകാശവാദം നിങ്ങൾക്കുണ്ടോ? അതായത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ പഥ്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ. പഥ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രമാണ് പഥ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു വ്യക്തിയുടെ സ്വഭാവം അയാൾക്ക് രോഗം വരുന്നതിൽ വളരെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ആ പഥ്യത്തിനകത്ത് അതായത് അയാളുടെ സ്വഭാവം കൂടെ ശരിയാക്കണം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കാം, പറഞ്ഞ കേൾക്കാത്ത ഒരാളായിരിക്കും, അത്തരത്തിലുള്ള ഒരു മോശ സ്വഭാവങ്ങളുണ്ടല്ലോ. നമ്മൾ മത്സരബുദ്ധി, അഹങ്കാരം, ഈഗോ, അത്തരത്തിലുള്ള അസൂയ, ഈ കാര്യങ്ങളൊക്കെ വെടിഞ്ഞ് ഈ ഒരു കാലയളവിലെങ്കിലും സമാധാനത്തോടു കൂടി മനസ്സ് സമാധാനത്തിലാണെങ്കിൽ ആവണം. അപ്പം മാത്രമേ ഈ പറഞ്ഞ രോഗം പൂർണ്ണമായിട്ടും മാറത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്ന 100 പേര് വന്നു കഴിഞ്ഞാൽ 100 പേരെ രോഗം മാറ്റിക്കളയാമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. വ്യക്തി മാറണമല്ലോ. അത് വരുന്ന ആളുകളുടെ സ്വഭാവത്തിന്റെയും പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡൊക്കെ പോലെ ഇരിക്കും. ഓക്കെ. പിന്നെ ഈ ഒരു ആയുർവേദത്തിൽ ഇപ്പോൾ പല ആളുകളും പഴയകാലത്തെ ആളുകളൊക്കെ, ഇപ്പോൾ പഴയകാലത്തല്ല, ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആളുകളായിരിക്കാം മേ ബി, ഈ നട്ടല് പിടിച്ചിടുക അല്ലെങ്കിൽ ഡിസ്ക് പിടിച്ചിടുക അങ്ങനത്തെ ഒരു സംഭവങ്ങൾ. അങ്ങനെയല്ല, ശരിക്കും രീതി എങ്ങനെയാണ്? ഇവിടെ നമ്മൾ മർമ്മ ചികിത്സയാണ് ചെയ്യുന്നത്. ഓക്കെ. പ്രധാനമായിട്ടും നടുവിനും മുട്ടിനും ഒക്കെ നീർക്കെട്ട് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വീഴ്ചകളുണ്ട് വരാം, ചില നിരന്തരം ജോലികളൊക്കെ ചെയ്തിട്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നിരന്തരം നിന്ന് അടുക്കളയിലൊക്കെ പണിയെടുത്തിട്ട് വരുന്ന ആൾക്കാർ, കുനിയാനും നിവരാനും പറ്റാത്ത രീതിയിൽ നടുവിനൊക്കെ നീര് വീണ് ആ അവസ്ഥയിൽ സ്റ്റക്കായിട്ടൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നു, ആംബുലൻസിലൊക്കെ എടുത്തുകൊണ്ട് വരും പലരും. അപ്പോൾ അതൊക്കെ നീർക്കെട്ട് കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ പ്രശ്നങ്ങൾ പലതും വരുന്നത്. അപ്പോൾ ആ മർമ്മ ചികിത്സ ചെയ്ത് അവിടുത്തെ നീരൊക്കെ മാറ്റി അതിൻ്റെ കൂടെ കഷായവും മറ്റ് മരുന്നുകളൊക്കെ ഞങ്ങൾ കൊടുത്ത് ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 മിനിറ്റ് കൊണ്ടുള്ള ഒരു ചികിത്സാ രീതി ഉണ്ടല്ലോ, അതിപ്പോൾ ഇവിടെ വാക്കറിൽ വരുന്ന ആളുകൾ, അതേപോലെ തന്നെ ആംബുലൻസിൽ വരുന്ന ആളുകളൊക്കെ കറക്റ്റ് അവിടെ ചികിത്സ കഴിഞ്ഞ് സ്പോണ്ടേനിയസ് ആയിട്ട് നീച്ചു പോകും, അല്ലെങ്കിൽ തീരെ വയ്യാത്ത അവസ്ഥയിലൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകും എന്നൊക്കെ പറയപ്പെടുന്നു. അതിൻ്റെ ഒരു രഹസ്യം അല്ലെ, അത് പുറത്ത് പറയാൻ പറ്റുന്ന കേസാണ്? അല്ല, അത് പുറത്ത് പറയാനൊന്നുമില്ല, അത് കാണേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത്തരത്തിൽ ചികിത്സിച്ച് സുഖപ്പെടുന്ന ആൾക്കാരെ അനുഭവിച്ച് കാണാം. പിന്നെ ഇത് അറിയാത്തവനെ സംബന്ധിച്ച് എപ്പോഴും ഇത് അതിശയമാണ്. ഇത് പഠിക്കണമെങ്കിൽ കുറച്ച് കാലയളവ് ഒരു ഗുരുവിൻ്റെ കൂടെ നിന്ന് ഒക്കെ വേണം ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സയൻസ് പഠിക്കുക മാത്രമല്ല, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ചികിത്സ ചെയ്യണമെങ്കിൽ എപ്പോഴും എക്സ്പീരിയൻസ് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് അച്ചടക്കത്തോടു കൂടി ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പഠിച്ച ആളിനെ സംബന്ധിച്ചത് അത്ഭുതമല്ല, അല്ലാത്ത ഒരാളെ സംബന്ധിച്ചത് അത്ഭുതമാണ്, അവിശ്വസനീയമാണ്, കള്ളത്തരം എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണെന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഒരു സമയം വരെ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. 2 മിനിറ്റ് കൊണ്ട് ചികിത്സിക്കുന്നത് അത് പോസിബിൾ ആണോ എന്ന് പോലും വിശ്വസിക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അത് പറ്റുമായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ബോധ്യപ്പെടും. ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന നമ്മൾ അനുഭവിക്കാത്തൊരു സംഭവം കെട്ടുകഥ മാത്രമെന്ന് പറയുന്നല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയി. കാണാത്തവനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും തട്ടിപ്പായിട്ട് തോന്നും. വീഡിയോ ഒക്കെ കാണുമ്പോൾ അതെ, നിങ്ങൾ പിന്നെ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന പറയും, പലതരത്തിലും പറയുന്ന ആളുകൾ. ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ കണ്ടാണ് ഒരു 10-75 ആൾക്കാരെങ്കിലും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ രോഗം സുഖപ്പെട്ട്. അതെ, ഞാൻ ഒരുപാട് ആളുകളുടെ ബൈറ്റ് എടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഇപ്പോൾ തന്നെ ഏകദേശം 10-14 പേര് ഇവിടെ ഓക്കെയാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ സർജറി പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഹാപ്പി ആയിട്ട് മാറിയ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടലി ഗുരുകുലം എന്ന് പറയുന്നത്. ഇവിടുത്തെ ചികിത്സാ രീതിക്ക് വരുന്ന പിന്നെ പേയ്മെന്റ് ക്യാഷ് ഒരുപാട് വാങ്ങുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ? അതായത് ഒരു മാസത്തെ ഞങ്ങളുടെ ഒരു ചികിത്സാ ചെലവ് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ, മുട്ടുവേദനയോ നടുവേദന അല്ലെങ്കിൽ ഇത്തരത്തിൽ സന്ധിവേദനയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ ചികിത്സയും മരുന്നിൻ്റെ ക്യാഷും എല്ലാം അടക്കം ഒരു മാസത്തേക്ക് വരുന്ന ഒരു മിനിമം ഒരു 2000 രൂപ വരെ ഒരു 7000-8000 രൂപ വരെയൊക്കെ വരാം ഒരു മാസത്തേക്കാണ്. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു അംഗീകൃത സ്ഥാപനമാണ്. ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു 5ഓളം ആയുർവേദ ഡോക്ടർമാരും മറ്റു അത്തരത്തിലെല്ലാം ഒരു ശാസ്ത്രീയമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. വൈദ്യന്മാരും ഉണ്ട്, എല്ലാവരും മിശ്രമായിട്ടാണ്, എല്ലാവരും ഒരുമിച്ചാണ്. ആധികാരികമായിട്ട് നോക്കുന്നത് പിന്നെ ആയുർവേദം പഠിച്ച ഡോക്ടേഴ്സ്. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ പഠിപ്പിച്ചെടുത്ത കുട്ടികളുണ്ട്, ഇതൊക്കെ ചെയ്യുന്ന ചികിത്സ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ, അല്ലാതെ ഒരു അത്ഭുത ചികിത്സയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ത്രവാദമോ നിയമപരമല്ലാത്ത കാര്യങ്ങളോ ഒന്നും നടക്കും. നിയമപരമായിട്ട് തന്നെയാണ് കാര്യങ്ങളാണ്.
ഇവിടെ എത്ര ഡോക്ടേഴ്സ്, എത്ര ആളുകളുണ്ട്? ഇവിടെ 5ഓളം ഡോക്ടർമാരുണ്ട്. ഡോക്ടർ പല മേഖലയിലായിട്ട്, മീൻസ് പല വിഭാഗത്തിലായിട്ടുണ്ട്. പല വിഭാഗത്തിലായിട്ടുണ്ട്. പിന്നെ ഈ കളരി മർമ്മ ചികിത്സ ചെയ്യുന്നത് അതിൻ്റെതായ ഞങ്ങളെ പഠിപ്പിച്ച ആൾക്കാരുണ്ട്, ഗുരുക്കന്മാരും പഠിപ്പിച്ച ആൾക്കാരും ഒക്കെയാണ് ചെയ്യുന്നത്, ആ ചികിത്സ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഒരു മാസത്തിൽ എത്ര ദിവസം ഇവിടെ ചികിത്സ അവൈലബിൾ ആണ്? മൊത്തം 14 ദിവസമാണ് പ്രധാനമായിട്ട് ചികിത്സ ചെയ്യുന്നത്. കാരണം ആദ്യത്തെ ഒരു 7 ദിവസം ഉണ്ടാവും മാസത്തിൽ, അവസാനത്തെ ഒരു 7 ദിവസം, അങ്ങനെയാണ് വരുന്നത്. ഈ മരുന്നും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും പ്യുവറായിട്ടുള്ള മരുന്നുകളാണ് ഉണ്ടാക്കുന്നത്. ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ തന്നെ ആൾക്കാർ തന്നെ പോയി പറിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. അതൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞ വലിയൊരു പെട്ടെന്ന് ഒരു മാസത്തെ മരുന്ന് 8000 രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ തുകയായിട്ടൊക്കെ തോന്നും. കാരണം ഈ പറിക്കാൻ പോകുന്ന ആൾക്ക് ജീവിക്കാനുള്ള ക്യാഷ് കൊടുക്കണം. ആരും നമ്മൾ പിന്നെ സൗജന്യമായിട്ട് ആരും ജോലി ചെയ്യിപ്പിക്കുന്നില്ല. ഇല്ല, എല്ലാവർക്കും അവർക്ക് ജീവിക്കാൻ പറ്റണമല്ലോ. അതേപോലെ ഈ ഒരു സാധനം ആയുർവേദ മേഖല നിലനിൽക്കണമല്ലോ. സ്വന്തം വീട്ടിൽ ദാരിദ്ര്യം പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഫ്രീ ആയിട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല. അവന് ജീവിക്കണ്ടേ? കുട്ടികളും മക്കളും കുടുംബമൊക്കെ ഇല്ലേ? എല്ലാവരെയും സംരക്ഷിക്കുക എന്നത് ഒരു ഉത്തരവാദിത്വം കൂടെ സ്ഥാപനത്തിനുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ടോട്ടലി പിന്നെ ഗുരുകുലം അല്ലേ? അപ്പോൾ എന്തായാലും ഇനി എനിക്ക് മർമ്മ ചികിത്സ കൂടെ കാണണം. അപ്പോൾ എന്തായാലും ഇതുവരെ പിന്നെ നമ്മളോട് സഹകരിച്ച ഡോക്ടർക്കും അതുപോലത്തെ ഒരുപാട് സ്റ്റാഫുകളും ഒരുപാട് ആളുകളുണ്ട് എന്നോട് സഹകരിച്ച. ഞാൻ പറഞ്ഞില്ല, ആ ഒരു സംശയത്തിൻ്റെ നേരിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കാണല്ലോ ഇതിൻ്റെ ഇതും അറിയുള്ളൂ. ഇപ്പോൾ ഏതൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് വരുന്നു. ഇനി ആ ഒരു തീർച്ചയായിട്ടും അത് ഇവിടെ ഒന്ന് കാണണം. കാണാത്ത അത് ഞാൻ പറയണേ. ഇപ്പോൾ ഞാൻ പറയാം, പിന്നെ ഡോക്ടർ പറഞ്ഞു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മർമ്മ ചികിത്സ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. മർമ്മ ചികിത്സ ചെയ്യുന്ന സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ സ്ത്രീകൾ ചികിത്സ ചെയ്യുന്ന അത് ഞാൻ ചോദിക്കാനും വെച്ചാണ്. ഇവിടെ സ്ത്രീകൾ തന്നെയാണോ ചെയ്യാറുള്ളത്? സ്ത്രീകൾ തന്നെയാണെന്നല്ല, സ്ത്രീകൾ ചികിത്സ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കൂടുതൽ. അവരാണ് ചികിത്സ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും. അതുകൊണ്ട് അത് ഞങ്ങൾ തന്നെ പഠിപ്പിച്ച കുട്ടികളാണ്. ആ സ്ത്രീകളായിട്ടാണ് ചികിത്സ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഗുരുകുലത്തിലെ പ്രധാനപ്പെട്ട സംഭവം അഥവാ 2 മിനിറ്റ് കൊണ്ട് രോഗം മാറ്റും, അല്ലെങ്കിൽ മുട്ടുവേദന, നടുവേദനയ്ക്കുള്ള ആളുകളുടെ രോഗം മാറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചികിത്സ നടക്കുന്നത് ഇവിടെ കേട്ടോ. ഇതാണ് കളരി. അപ്പോൾ എങ്ങനെയാണ് 2 മിനിറ്റ് കൊണ്ട് ഇവരുടെ അസുഖം മാറ്റുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. നേരെ ഉള്ളോട്ട് പോകാം. അപ്പോൾ ഞാനുള്ളത് ഇതൊക്കെ ഗുരുകുലത്തിൻ്റെ കളരി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഇതാണ് ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഒരു മുമ്പിലൊരു ചേച്ചിൻ്റെ വീട് എവിടെയായിരുന്നു ചേച്ചിയുടെ? എൻ്റെ വീട് ഏലൂരാണ്. എവിടെ? ഏലൂർ. ആ മൈക്കൊന്ന് വന്നു. ഏലൂർ അല്ലേ? ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്രാമത്തെ തവണയാണ് വരുന്നത്? ഇപ്പം ഞാനൊരു 5-6 മാസമായി വരുന്നത്. ഫസ്റ്റ് വന്നപ്പോൾ എന്തായിരുന്നു അസുഖം? ആദ്യം വന്നപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു രണ്ടാമത്തെ തവണയാണ് വരുന്നത്? അല്ല, ഇത് അഡ്മിറ്റ് ആയിരുന്നു. എന്താ അവസ്ഥ? നടക്കാൻ പറ്റുമോ? ഇപ്പം നടക്കാൻ പറ്റും. ഇപ്പം ഞാൻ തന്നെ ബസ്സിലാണ് വന്നത്. ആണല്ലേ? നേരത്തെ ബസ്സിൽ വരില്ല. നടന്നു കാണിച്ചു തരാൻ പറ്റുമോ? നടക്കണേ. നടന്ന് സംസാരിച്ച് നടന്നു, കുഴപ്പമില്ല. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നടക്കണേന്ന്. തീരെ നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്തൊരു ചേച്ചി കേട്ടോ. കൂളായിട്ടാണ് നടക്കണേ. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. സ്റ്റെപ്പ് കയറാനൊക്കെ പറ്റും? സ്റ്റെപ്പ് കയറിയാൽ ഇവിടെ കയറാമല്ലോ. എനിക്കിത് സ്റ്റെപ്പ് കയറട്ടെ. ഏറ്റവും കൂടുതൽ മുട്ടുവേദനയും കാലുവേദനയും ഉള്ളവർക്ക് സ്റ്റെപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, കൂളായിട്ട് കയറിപ്പോ. ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ അല്ലേ? അല്ല, അസുഖം മാറിയിൽ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ് അല്ലേ? തീരെ നടക്കാൻ വയ്യാത്ത ആളായിരുന്നു അല്ലേ? ഇത്രയും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇല്ല, പക്ഷെ ഇപ്പം എനിക്ക് നല്ല ഇതായിട്ടുണ്ട്. നല്ല സന്തോഷത്തിലാണ്. മുഖത്തൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ല സന്തോഷം. ഓക്കെ. ഈ ഒരു തമിഴ്നാട് സ്വദേശി. എവിടെ? തമിഴ്നാട് എവിടെയാണ്? പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ ഒരാളാണ്. ഇദ്ദേഹം എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കാണുക. അതിൻ്റെ ശേഷമല്ല നിങ്ങൾ അദ്ദേഹം ഇപ്പോഴത്തെ മൂപ്പര അവസ്ഥ എന്താണെന്ന് മൂപ്പരെന്ന് പറയും. എന്താണ് ഇപ്പോൾ അവസ്ഥ? ഇപ്പോൾ എന്താണ്, റിലീഫ് ഉണ്ടോ? റിലീഫ് ഉണ്ട്. വാക്കറിലായിരുന്നു വന്നിരുന്നത്. വാക്കറിൽ വന്ന് വീഡിയോയിൽ കാണുന്നുണ്ടാവും. അദ്ദേഹം വന്നത് വാക്കറിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് കുറച്ച് നടന്ന് കാണിച്ചു തരാൻ പറ്റും? ഓക്കെ. വാക്കറിൽ പിടിച്ച് നടന്ന മനുഷ്യനായിട്ട് നടക്കണേ. ഇവിടുന്ന് ഫസ്റ്റ് വരിക കേട്ടോ. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നതാണ് മൂപ്പരെ. ഉണ്ടോ? അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ലെവൽ വരുമ്പോൾ ഒന്നുകൂടി ഈസി ആയി അല്ലേ? ഓക്കെ. എവിടെ? പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ? പോണ്ടിച്ചേരി. ഓക്കെ, താങ്ക് യു. പേരെന്തായിരുന്നു? സാന്ദ്ര. വീട്? തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ. ഇവിടെ എത്രാമത്തെ തവണ വരുന്നത്? ഇത് 3ാമത്തെ തവണയാണ്. അസുഖം നടുവേനായിരുന്നോ? നടുവേനായിരുന്നു, വീണതായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ അറിഞ്ഞ് ഫേസ്ബുക്ക് വഴി പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വന്നു. എന്ത് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ? എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ക്യൂർ ആയതായിരുന്നു. പിന്നെ വേദനയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര മാസമായി? 3 മാസത്തോളമായി ചികിത്സയായിട്ട്. ഹാപ്പിയാണ്? 100%. ഡാൻസറാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെയൊന്നും സംഭവിച്ചു പോയില്ലേ? ഇനിയിപ്പോൾ എന്തായാലും ധൈര്യസമയത്ത് ചെയ്യാമല്ലോ അല്ലേ? അസുഖമൊക്കെ ഭേദമായിട്ട്. ഇപ്പോൾ എന്തായാലും ഇവിടുത്തെ ഇതിനോട് ഹാപ്പിയാണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. അല്ല, ഒരുപാട് പേരോട് ഓൾറെഡി പറയാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി, കാരണം നമുക്കറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്.
അപ്പൊ മറ്റൊരാൾക്കൊരു ഉപകാരമാവുമെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് ഓൾറെഡി പറഞ്ഞു. അവരൊക്കെ വന്ന് അവർക്കും ഭേദമായിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഭേദം. ഞാൻ ഇപ്പൊ കണ്ട ആളുകളൊക്കെ ഭേദമായ ആളുകളാണ്. പിന്നെ എനിക്ക് ഈ ഫേസ്ബുക്ക് കമന്റ്സിന് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ പറയേണ്ട ക്ലാസ്സിൽ എല്ലാ പ്രകൃതക്കാർക്കും ഇത് പറ്റില്ല, ഇല്ലല്ല, ഞാൻ ഫസ്റ്റ് കേട്ടതാണ് ക്ലാസ് പറ്റില്ല എന്നൊക്കെ ഓൾറെഡി അവർ പറയുന്നുണ്ട്. അപ്പൊ അത് കാരണമാണ് ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. നമ്മൾ പത്യം തെറ്റിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇവർ പറയുന്ന പോലെ ചെയ്യണം. ഇവര് വിശ്വസിച്ച് ചെയ്ത റിസൾട്ട് കിട്ടും. എനിക്ക് എന്റെ അമ്മയ്ക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഗുരുകുലം വേറെ ആൾക്ക് ആവശ്യം വന്നാൽ റെഫർ ചെയ്യും. ഓൾറെഡി റെഫർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ 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 ഓക്കെ. നമുക്ക് പാർവതി എന്ന് പറയുന്ന ഒരു ചേച്ചിയോട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആൾ അഡ്വക്കേറ്റ് അല്ലേ? മൈക്കൊന്ന് പോയി വിളിച്ചോ. അഡ്വക്കേറ്റ് ആണ് അല്ലേ? എവിടെയാണ് ജോലി? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതോ? പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഞാൻ മദ്രാസിലൊരു ലോ കോളേജിൽ പഠിപ്പിക്കുകയാണ്. അധ്യാപികയാണ്. ലോ കോളേജ് അധ്യാപിക തന്നെയാണ് ആണല്ലേ? ഇപ്പോൾ വീട് ഇവിടെ കേരളത്തിലെവിടെ? പെരുമ്പാവൂർ തന്നെയാണ്. പെരുമ്പാവൂർ, ഇവിടെ നാട്ടുകാരത്തി തന്നെയാണ്. എന്താണ് ഈ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഇവിടെ വന്ന ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാൻ പറ്റും? ഒരുപാട് പേര് പറഞ്ഞ് സോഷ്യൽ മീഡിയ കൂടെയൊക്കെ ഞാനും അങ്ങനെയാണ് ഇവിടെ വന്നത്. കേട്ടിരുന്നു ഇങ്ങനെ ഒരു ചികിത്സിച്ച് ഭേദമാക്കുന്നു പെട്ടെന്ന് എന്നുള്ള 2 മിനിറ്റ് കൊണ്ട്. അതെ, 2 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ഞാൻ മർമ്മ ചികിത്സകളും മറ്റു ആയുർവേദ ചികിത്സകളും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അലോപ്പതിയിൽ ചികിത്സിച്ചിരുന്നു. 5 അസുഖം എന്താ ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് ലംബർ സ്പോണ്ടിലോസിസ് L5S1 ഡിസ്ക് പ്രൊലാപ്സ് വന്നിട്ട് അന്ന് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ശരിക്കും ഇവിടെ വരുന്നത്. എൻ്റെ അച്ഛന് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത, അച്ഛന് ഇരുന്നുള്ള ജോലി തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനും ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്, വെയിറ്റും കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഭേദമാകാനായിട്ട് ഇത്തിരി പ്രയാസമായിരിക്കും എന്ന് വിചാരിച്ചു. അച്ഛൻ ഇവിടെ തന്നെ വന്നാൽ മതി എന്ന് നിർബന്ധമായിരുന്നു. അച്ഛൻ ഈ ഗുരുകുലത്തിനെ പറ്റി കേട്ടും ഒരുപാട് പേര് പറഞ്ഞു അറിഞ്ഞ് അച്ഛൻ ഇവിടെ വന്നാൽ മതി, വേറെ ചികിത്സയ്ക്കൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ വരിക ചെയ്തത്. ഇതുവരെ ഹാപ്പിയാണ്? അതെ, ഞാൻ സ്കൂട്ടർ ഓടിക്കാറുണ്ട്, വെയിറ്റ് എടുക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട് അല്ലേ? ഇത് അത്ഭുതകരമായ ഒരു മാറ്റത്തിനോടുമയാണ് നിൽക്കുന്നത്. പേരെന്തായിരുന്നു? ബ്രോണിയ. ജോലി എന്താ? നേഴ്സാണ്. എവിടെ? സൗദിയിൽ നേഴ്സാണ് അല്ലേ? എന്തായിരുന്നു അസുഖം? എന്തായിരുന്നു? എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ലംബാർ, അതായത് സെർവിക്കൽ തൊട്ട് ലംബാർ വരെ പ്രോബ്ലം ആയിരുന്നു. ഇവൻ എൻ്റെ കൈ മൊത്തം നീരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അനക്കാൻ പറ്റത്തില്ല, വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല, നടുവേദന, എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നു. ഇപ്പം ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം. എത്ര മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കി തന്നെ? 2 മിനിറ്റ് എടുത്തുള്ളൂ. എന്തെങ്കിലും തോന്നി? അത്ഭുതം തോന്നി. ഇനി ഞാൻ നിങ്ങളിപ്പോൾ വീഡിയോ കാണിച്ചു തരാം. ഇവർ ഈ ഒരു വെയിറ്റ് ബാർ എടുത്ത് സുന്ദരമായിട്ട് പോക്കുന്നുണ്ടാവും. എന്താണ് ഒരു ഫീൽ? എന്താ ഇപ്പോൾ കുഴപ്പമില്ല, വെയിറ്റ് എടുക്കുന്നതിന് നമുക്ക് പിന്നെ സന്തോഷമായിട്ട് 2 മിനിറ്റ് കൊണ്ട് ഇവർ പറയുന്നത് കറക്റ്റാണ് അല്ലേ? ചികിത്സയിൽ ഹാപ്പിയാണ്. ഓക്കെ. അതേപോലെ ഇന്ന് വന്ന ഒരാളാണ്. പേരെന്തായിരുന്നു? ഷുഹൈബ്. എവിടെ നിന്ന് വരുന്നത്? മലപ്പുറം ജില്ല. എവിടെ സ്ഥലം? കറക്റ്റ് എവിടെയാണ്? പാലക്കാട് എടക്കര എന്നാണ് വരുന്നത്. എന്തായിരുന്നു അസുഖം? എന്തായിരുന്നു? വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ വന്ന് സ്റ്റാർട്ടപ്പ് ഫസ്റ്റ് ഡേ ആണ്. എന്താ അവസ്ഥ ഇപ്പോൾ ചികിത്സ കഴിഞ്ഞതിന് ശേഷം? ആദ്യത്തിനാലും പെയിന് കുറവുണ്ടല്ലേ? നോക്കിയാൽ ഇതിവിടെ ഒരു വെയിറ്റ് ബാർ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇത് പൊക്കാൻ പറ്റുമോ? നോക്കട്ടെ. നടു വളക്കാൻ പറ്റാതെ വന്ന ആളാട്ടോ. ഓക്കെ. അപ്പോൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, തീരെ വിശ്വാസമില്ലാതെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വന്നു വിട്ടത്. ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. പക്ഷേ എൻ്റെ വിശ്വാസങ്ങൾക്ക് അപ്പുറത്താണ് ഈ ഒരു സംഭവം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പേഴ്സണലി എനിക്ക് 100% ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ, 100 കണക്കിന് ആളുകൾ ഇവിടെ കൈ പൊക്കാതെയും കാല് വളയാതെയൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെ വളരെ സുന്ദരമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവർ തന്നെ പറഞ്ഞ വീഡിയോസാണ് നിങ്ങൾ കണ്ടത്. ഇനി ഞാൻ വീണ്ടും പറയുന്നു, കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഇട്ടുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. കാരണം എനിക്കിപ്പോൾ 100% ഇവിടുത്തെ കാര്യങ്ങൾ ഓക്കെയാണ്, ബോധ്യപ്പെട്ടതാണ്. ഇവർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ നെഗറ്റീവ് ഇടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോയിൽ മറ്റുള്ള വീഡിയോൻ്റെ അടിയിൽ നെഗറ്റീവ് ഇടുന്ന ആളുകൾ ഒരു ദിവസം നിങ്ങളൊന്ന് ചിലവഴിക്കാൻ വേണ്ടി ഇവിടെ വാ. എന്നിട്ട് ഞാൻ അതേപോലെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മൈൻഡ് സെറ്റിലാണ് ഞാനിവിടെ വന്നത്. ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഞാൻ ഈ ഔട്ട്ഡോർ ഈ ഷോട്ട് എടുക്കുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. ഒരു ദിവസം ഒരു സത്യാന്വേഷണത്തിന് വേണ്ടി വന്നതാണ് ഞാൻ. പക്ഷെ പൂർണ്ണമായും എനിക്ക് 100% ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ നടക്കുന്നത് ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമല്ല, കറക്റ്റായിട്ടുള്ള മർമ്മ ചികിത്സയാണ്. അതുപോലെ തന്നെ അവരുടെ ആയുർവേദത്തിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കാം. ആവശ്യമുള്ള ആളുകൾക്ക്, നെഗറ്റീവ് പറയുന്നവർക്കല്ല, ആവശ്യമുള്ള ആളുകൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നല്ല ലെവലിൽ നടക്കണം, അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വയ്ക്കും. 100% ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.